കഴിഞ്ഞ ദിവസം അബുദാബി ഭരണാധികാരിയും സൗദി രാജാവുമായി നടത്തിയ കൂടിക്കാഴ്ച പ്രതീക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കിയത്. പ്രത്യേകിച്ച് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ എണ്ണവിലയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സാധാരണക്കാരായ ജനങ്ങളെ വലയ്ക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഗൾഫ് രാഷ്ട്രങ്ങളുടെ തീരുമാനം നിർണായകമാകും. ഈ ഘട്ടത്തിൽ പോലും ഇന്ത്യ ചെയ്യുന്നതെന്ത്? നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഉൽപാദനം ഉയർത്താനുള്ള ഒപെക് തീരുമാനം വന്നതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുറയുന്നതായി റിപ്പോർട്ട്. ബാരലിന് 76 വരെ ഉയർന്ന എണ്ണവില $70 താഴെയായിരിക്കുകയാണ്. ഇറക്കുമതി രാജ്യങ്ങൾക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് ഈ നിരക്കിളവ്. എന്നാൽ ഇന്ത്യയിൽ എണ്ണവില ഇനിയും കുറയാത്ത സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആഴ്ചകൾ നീണ്ട അനിശ്ചിതാവസ്ഥയ്ക്ക് പരിഹാരമായി കഴിഞ്ഞ ദിവസമാണ് പെട്രോളിയം ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള കൂട്ടായ തീരുമാനം ഒപെക് കൈക്കൊണ്ടത്. ആഗോള ക്രൂഡ് ഓയിലിന്റെ 29% ഉൽപ്പാദിപ്പിക്കുന്ന 13 രാജ്യങ്ങളുടെ സംഘടനയാണ് ഒപെക്. ഓഗസ്റ്റ് മുതൽ പ്രതിദിന പെട്രോളിയം ഉൽപാദനം 4 ലക്ഷം ബാരലായി ഉയർത്താനാണ് ഒപെക് തീരുമാനം. നേരത്തെ വെട്ടിക്കുറച്ച ഉൽപാദനമാണ് പുനഃസ്ഥാപിക്കുന്നത്. ഇതിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ വലിയ ഇടിവ് തുടരുകയാണ്. ബാരലിന് ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില $68.62 വരെ കുറഞ്ഞു. ബാരലിന് എണ്ണവില $65 വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നത്. അതേസമയം വിയന്ന ചർച്ചയിലൂടെ ഇറാനുമായി വൻശക്തി രാജ്യങ്ങൾ ധാരണയിലെത്തിയാൽ തന്നെ വിപണിയിലേക്ക് കൂടുതൽ എണ്ണ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും. ഇതോടെ ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപെക് തീരുമാനം ഇന്ത്യ ഉൾപ്പെടെ പ്രധാന എണ്ണ ഉൽപാദക രാജ്യങ്ങളെയൊക്കെയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതേസമയം ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞിട്ടും ഇന്ത്യയിൽ അതിന്റെ ആനുകൂല്യം ലഭ്യമാക്കാൻ കമ്പനികൾ വിസമ്മതിക്കുന്നതായാണ് പരാതി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.